ഉണ്ണികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, അറസ്റ്റോ അതോ കീഴടങ്ങലോ എന്നുള്ളതാണ് മാത്രമാണ് നമുക്ക് ഇനി അറിയേണ്ടത്. ആര്യ, ഇപ്പോഴും അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. നമ്മൾ സർക്കാർ തലത്തിലും പോലീസ് തലപ്പത്തുമൊക്കെ ബന്ധപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്തതായോ SIT അറസ്റ്റ് ചെയ്തതായോ ഒരു വിവരവും സ്ഥിരീകരിക്കപ്പെടുന്നില്ല. മാത്രമല്ല, നിഷേധിക്കുകയാണ്. അങ്ങനൊരു അറസ്റ്റോ കസ്റ്റഡിയോ ഇല്ല എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. അതേസമയം അവർ സ്ഥിരീകരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. വൈകുന്നേരത്തോടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം കോടതി തള്ളിയതോടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങിയേക്കും എന്നുള്ള ചില സൂചനകൾ സംസ്ഥാനത്തെമ്പാടും ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് നെയ്യാറ്റിൻകരയിൽ, അതായത് ഈ കേസിൻ്റെ ഫയലിംഗ് നടക്കുന്ന നെയ്യാറ്റിൻകര JFMCയിലടക്കം പോലീസിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവിടെയൊക്കെ കീഴടങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് സംസ്ഥാനത്തിന് പുറത്തുള്ള ഇടയ്ക്ക് ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുമെന്ന് കേട്ടിരുന്നു. അപ്പോൾ ആ പ്ലാൻ ഉപേക്ഷിച്ചോ? അതെ, അതിനുള്ള കാരണം എന്ന് പറയുന്നത് വൈകിട്ട് ഈ ഉത്തരവ് വരികയും ഉത്തരവിൻ്റെ സർട്ടിഫൈഡ് കോപ്പി കിട്ടുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് വൈകിപ്പോയി. അപ്പോൾ അത് ഹൈക്കോടതിയിൽ ഇന്ന് അത് ഫയൽ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ടു. ഇനി നാളെ മാത്രമേ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ പറ്റൂ. അതിനി നാളെ പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. അങ്ങനെ വരുമ്പോൾ പിന്നീട് തിങ്കളാഴ്ച അവസരമുള്ളൂ. അപ്പോൾ ഇനി അത്രയും ദിവസം ഒളിവിലിരിക്കുക എന്നുള്ളത് പ്രാപ്യമല്ല എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം അവസാനിപ്പിക്കുന്നു, കോടതിയിൽ കീഴടങ്ങാൻ പോകുന്നു എന്നുള്ളൊരു വിവരം ഹോസ്ദുർഗ് മേഖലയിൽ ഉണ്ടായിരുന്നു. അതായത് കുടകിൽ ഒളിവിൽ കഴിയുന്ന, സുള്ളിയ വഴി കുടകിലെത്തി കുടകിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി പരിസരത്ത് വലിയ പോലീസ് സന്നാഹവും മാധ്യമങ്ങൾ അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങിയത്. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് അങ്ങനെ മജിസ്ട്രേറ്റിന് ഏതെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി അഥവാ പക്ഷെ അങ്ങനെ നിർദ്ദേശങ്ങൾ നൽകാതെ ജഡ്ജി എന്തിനാ 5 മണിക്ക് പ്രവൃത്തി സമയം കഴിഞ്ഞിട്ടും 2 മണിക്കൂർ പിന്നിടുമ്പോൾ എന്തിന് കോടതി അടയ്ക്കാതെ കാത്തിരിക്കണം? ഇത്രയും പോലീസ് വിന്യാസം എന്തിന് കോടതിക്ക് മുന്നിൽ? അനന്തൻ, അതിലാണ് വ്യക്തത വരേണ്ടത്. ഇനി അഭിഭാഷകർ മുഖേന മജിസ്ട്രേറ്റിനോട് ഇങ്ങനെ കീഴടങ്ങാൻ സന്നദ്ധത അറിയിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതാണ് ഇനി വ്യക്തമാകേണ്ടത്. രാഹുലിന് വേണ്ടി ഹോസ്ദുർഗ് കേന്ദ്രീകരിച്ച അഭിഭാഷകർ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ രാഹുലിൻ്റെ അഭിഭാഷകരുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ ഒരു വിവരമില്ല. കീഴടങ്ങാനുള്ള കാര്യമുണ്ട്, നീക്കം നടക്കുന്നു എന്നുള്ള വിവരമില്ല എന്നാണ് ഇന്ന് രാഹുലിന് വേണ്ടി ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരായ അഭിഭാഷകനും പറയുന്നത്. പക്ഷേ ഇവരൊന്നും അറിയാതെ ബംഗളൂരു കേന്ദ്രീകരിച്ച് മറ്റൊരു സംഘത്തിൻ്റെ സഹായത്തോടെയാണ് കർണാടകയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത്. ആ സംഘത്തിൻ്റെ നീക്കങ്ങൾ എന്തുവാണ് എന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തമല്ല. ഇനി അവർ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ, കീഴടങ്ങാനുള്ള സന്നദ്ധത അവർ മറ്റേതെങ്കിലും അഭിഭാഷകൻ മുഖേന അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. ഏതായാലും ഹോസ്ദുർഗിൽ നാടകീയമായ നീക്കങ്ങളാണ് നടക്കുന്നത്. അവിടെ എന്തും സംഭവിക്കാമെന്നൊരു അവസ്ഥയിലാണ്. മാത്രമല്ല ആര്യ, ഇന്നിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിൻ്റെ നടപടികളിലെല്ലാം ഈ കൗതുകം ഉണരുകയാണ്. കാരണം നേരത്തെ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ ആ പരാതിക്കാരി വന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്തപ്പോൾ പോലും അതിനകത്ത് ഏതെങ്കിലും മൊഴിയെടുപ്പ് ഒന്നും ഉണ്ടായതുമില്ല, അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തില്ല. പിന്നീട് പൊടുന്നനെയാണ് പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് പരാതിക്കാരി എത്തുന്നത്. അപ്പോൾ പെട്ടെന്നാണ് അതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ട്വിസ്റ്റുകൾ ഈ കേസിൽ കൃത്യമായി സംഭവിക്കുന്നുണ്ട്. ഒപ്പം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലും മറ്റൊരു കേസിലും ഇല്ലാത്ത രീതിയിൽ ഇഴകേറിയുള്ള പരിശോധന. മാത്രമല്ല, ഇപ്പോൾ ഹർജിക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സീൽഡ് കവറിൽ തെളിവുകൾ സമർപ്പിക്കുന്നു. ആ സീൽഡ് കവറിൽ തെളിവുകൾ സമർപ്പിച്ചത് സംബന്ധിച്ച് കോടതി ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് അതെന്താണെന്ന് വെച്ചാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാദം ഈ പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ ഒപ്പം ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കലാണ്. പക്ഷേ പ്രോസിക്യൂഷൻ പറഞ്ഞത് ആകെ 4 ദിവസമേ പെൺകുട്ടി ഭർത്താവിനൊപ്പം താമസിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ മറ്റു ചില കാരണങ്ങളാൽ വീട്ടിലേക്ക് പോകുന്നു, ആ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആശ്വസിപ്പിക്കലുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അതിനെ എതിർക്കാനാണ് ഒരു എക്സിബിറ്റ് 1 ഉം 2 ഉം, അതായത് ഫോട്ടോഗ്രാഫ്സ് ആണ്. അതായത് പിന്നീട് ഈ ബന്ധമില്ല എന്ന് പറയുന്ന കാലത്ത് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ചില സുഹൃത്തുക്കൾ ചില ഫോട്ടോഗ്രാഫ്സ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഭർത്താവും ഒന്നിച്ചുള്ള പോസ്റ്റ് ചെയ്തിരുന്നു എന്നൊക്കെയുള്ള സോഷ്യൽ മീഡിയ തെളിവുകളാണ് ഹാജരാക്കിയതെന്ന് പറയുന്നു. പക്ഷേ അത് കോടതി തള്ളിക്കളയാണ്. കാരണം കോടതി പറയുന്നത് ഇങ്ങനെയാണ്. അത് സംബന്ധിച്ച്
even if it is considered for a moment that their marital relationship continued for a further period than as stated by the victim, or that it is still continuing, so far as the allegation against the petitioner is concerned, it is of little relevance എന്നാണ് പറയുന്നത്. The main allegation as against the petitioner is not that the petitioner had entered into a sexual relationship with the victim by giving a false promise of marriage as one under section 69 of the Bharatiya Nyaya Sanhita എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് അനന്തൻ പ്രത്യേകം പിന്നീട് പല തെളിവുകളും ഡിജിറ്റൽ തെളിവുകളൊക്കെ അനന്ത ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിക്ക് മുന്നിൽ എത്തിച്ചു. അതൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്ന് കോടതി പറയുകയാണ്. തീർച്ചയായിട്ടും, അതായത് ഇതിനകത്ത് പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദവും കൃത്യമായി കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വാചകങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് കോടതി ഈ കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ആ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ കോടതി തെളിവിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, തെളിവുകൾ പരിഗണിക്കുന്നില്ല കോടതി. അത് കാരണം കോടതി പറയുന്നത് ഇതിനകത്ത് മറ്റൊന്നും എടുക്കുന്നില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പദവി ഉപയോഗിച്ച് സാക്ഷിയെ സ്വാധീനിക്കാനും പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പെറ്റീഷൻ ഈസ് ഡിസ്മിസ്ഡ് എന്നാണ് പറയുന്നത്. അതിനപ്പുറം നമുക്ക് കൂടുതൽ വിശദമായി ഇത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും കോടതി പരിശോധിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഏതായാലും ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരത്ത് നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടു. ഇനി ഹൈക്കോടതിയിലാണ് പോകേണ്ടത്. ആ ഹൈക്കോടതിയിൽ നാളെ മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. നാളെ ഫയൽ ചെയ്താലും പരിഗണനയിൽ വരുമോ നാളെ തന്നെ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുമില്ല. അങ്ങനെ വരുമ്പോൾ പുറകെ പോലീസ് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടക എത്തിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് മാർഗം കീഴടങ്ങൽ മാത്രമാണ് എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. പക്ഷേ ചില പോലീസ് കേന്ദ്രങ്ങൾ പറയുന്നത് അയാൾ കീഴടങ്ങാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യം കൂടി അതിന്റെ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ചിലപ്പോൾ അയാൾ കീഴടങ്ങാൻ വരികയുള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ ഹോസ്ദുർഗ് കേന്ദ്രീകരിച്ച് ഒരു കിംവദന്തി ഉണ്ടായിരിക്കുന്നു. തീർച്ചയായും ഹോസ്ദുർഗ് കേന്ദ്രീകരിച്ച് കിംവദന്തി എന്ന് മാത്രമല്ല, നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ പോലീസ് പ്രൊട്ടക്ഷൻ, അത് കോടതിയുടെ 2 കവാടങ്ങളിലും വലിയ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്.